ഇന്നത്തെ കാലത്ത് 10-30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ടെൻഷൻ വരാൻ തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ ഈ മുടിയിൽ ചെറുതായിട്ട് നരകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ആ മുടിയിലെ നരകളെ പൂർണ്ണമായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓയിലാണിത്. ഒന്ന് കണ്ടു നോക്കൂ. ഈ പൂവ് വെച്ചിട്ടുള്ള എണ്ണയാണ് നിങ്ങൾ തലയിൽ തേച്ച് കുളിക്കുന്നത് എങ്കിൽ 10-60 വയസ്സ് കഴിഞ്ഞാലും മുടി നരക്കുന്നുള്ള പേടിയേ വേണ്ട. ഈ എണ്ണ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ അശോകപ്പൂവ് വെച്ചിട്ട് അശോകപ്പൂവ് പൊതുവേ നമ്മുടെ ശരീരത്തിൽ തേച്ച് കുളിക്കാനൊക്കെയാണ് എണ്ണ കാച്ചി ഉപയോഗിക്കാറുള്ളത്. പക്ഷേങ്കിൽ നമ്മൾക്ക് തലയിൽ തേച്ച് കുളിക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഓയിൽ തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാൻ ഒരു 5-6 നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നാടൻ നെല്ലിക്കയാണെങ്കിൽ ഒരു 10 എടുക്കാം. ഇത് വലിയ നീര് അധികമുള്ള നെല്ലിക്കയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 6 എടുത്തിട്ടുള്ളത്. 6 നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാകാതെ തന്നെ നമുക്കിത് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾക്ക് അശോകപ്പൂവ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് പലതരം കീടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ അശോകപ്പൂവ് നമ്മൾ ഉണക്കി ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള ഈ ഫ്രഷ് പൂവ് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ മൊത്തം നമുക്ക് കിട്ടുക. ഇനി ഇതും നമ്മൾ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടിയാണ്, വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. ഇതില്ല എങ്കിൽ പച്ചമഞ്ഞളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു 1/2 ലിറ്ററിനാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ആവശ്യമുണ്ട് എങ്കിൽ അതിനനുസരിച്ച് ഇതിന് നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പണ്ട് കാലം മുതൽക്ക് തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന പലതരം രോഗങ്ങൾക്ക് ഈ അശോകത്തിൻ്റെ വേരും തണ്ടും പൂവും ഇലയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഉണ്ടാകുന്ന കുരു നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് അതും നല്ലൊരു ഔഷധമാണ്. അപ്പോൾ ഈ പൂവ് നമ്മൾ ഈ അശോകപ്പൂവ് വയറുവേദന ഉണ്ടാവുമല്ലോ, നമുക്ക് മെൻസസ് സമയങ്ങളിലൊക്കെ നല്ലപോലെ വയറുവേദന ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ പൂവ് ഒരു പിടി എടുക്കുക. ഒരു പിടി എടുത്തിട്ട് അത് നല്ല വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക, വറ്റിച്ചെടുക്കുക. ഒരു 2 ഗ്ലാസ്സാണ് വെള്ളം വയ്ക്കുന്നതെങ്കിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളം പോലെ ആക്കി നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് 2 നേരമായിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ആ വയറുവേദന പെട്ടെന്ന് നിൽക്കും. ഒരു 2 ദിവസം തന്നെ കുടിക്കുമ്പോഴത്തേനും തന്നെ നമ്മൾക്ക് അത് പൂർണ്ണമായി മാറിക്കിട്ടും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അശോകപ്പൂവ് കിട്ടുമ്പോൾ വളരെ നല്ല ഔഷധമാണ്. ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ എണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ നമ്മൾക്ക് ഇതൊന്ന് പാകമായി വരുമ്പോൾ 1/2 ലിറ്ററിൽ നിന്ന് നമുക്ക് എണ്ണ കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവ, പച്ച ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത ഉലുവ ഇതിലേക്ക് ചേർക്കരുത്, പച്ച ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും ചേർത്ത് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് പാകമാക്കി എടുക്കണം. നമ്മൾ പച്ചമരുന്നുകൾ ചേർത്തിട്ട് മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ 2-3-4 ഘട്ടങ്ങൾ പറയും. ഒന്ന് ചളിപ്പാകം, ചരൽപ്പാകം, മണൽപ്പാകം എന്നൊക്കെ പറയും. അതിനനുസരിച്ചിട്ട് അതിപ്പോൾ ചളിപ്പാകം ആകുമ്പോൾ നമ്മളിത് ചേർത്ത് ഒന്ന് കുറച്ചൊന്ന് വെന്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മളത് തൊടുമ്പോൾ നല്ലൊരു ചളി മാതിരി ഉണ്ടാവും. നമ്മൾ ഈ മണ്ണൊക്കെ കുഴച്ച മാതിരി ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ചും കൂടെ മൂപ്പെത്തുമ്പോൾ കുറച്ചൊരു ഉരുള മാതിരി നമുക്ക് വരും. കയ്യിലൊക്കെ കുറച്ച് ചരല പാകത്തിലൊക്കെ വരും. അതും കഴിഞ്ഞ് എല്ലാം പാകമായി വരുമ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഏകദേശം ആയി വരുമ്പോൾ ഈ എണ്ണയുടെ ഇതിൽ ചേർത്തിരിക്കുന്ന ആ നമ്മൾക്ക് പച്ചമരുന്നിൻ്റെ ഒക്കെ വെള്ളമൊക്കെ വറ്റി എല്ലാം നല്ല പോലെ ആയി വരുമ്പോഴത്തേനും നമുക്ക് ചെറിയ മണൽ പരുവത്തിലായി കിട്ടും. അതാണ് അതിൻ്റെ യഥാർത്ഥ പാകമായിട്ട് വരിക. ഈ എണ്ണയൊക്കെ വറ്റിയതാ ഇതുപോലെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ എണ്ണ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയായാൽ മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ചൂടാറിയതിന് ശേഷം നമ്മൾക്കിതൊരു തുണി വെച്ച് അരിച്ച് ഈ എണ്ണ എടുത്ത് ഒരു ബോട്ടിലാക്കി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് ഉപയോഗിക്കാം. കുട്ടിയിൽ നമ്മളിത് കുഞ്ഞുങ്ങൾക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന അകാല നരയൊക്കെ മാറിക്കിട്ടും. മാത്രമല്ല നമുക്കൊരു 10-50 വയസ്സാകുമ്പോൾ മുടി നരയ്ക്കുന്നതും ഇല്ലാതാവും. ഒരു 60-70 വയസ്സൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ നരയുടെ ഇത് കണ്ടു തുടങ്ങുള്ളൂ. അപ്പോൾ ഈ എണ്ണ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഈ എണ്ണ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ തലയിൽ തേച്ച് കൊടുക്കാം, വളരെ നല്ലതാണ്. മാത്രമല്ല ഇത് തേക്കുമ്പോൾ നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് തലയോട്ടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. നല്ലപോലെ ഒരു 2-3-4 മിനിറ്റ് നല്ലപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്കിതൊന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. ഷാമ്പു ഉപയോഗിക്കാതെ വേണം ഇത് വാഷ് ചെയ്യേണ്ടത്. നല്ലപോലെ മുടി കൊഴിച്ചിലുള്ളവരൊക്കെ ആണ് നിങ്ങളെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 4 ദിവസം ഇത് ഉപയോഗിക്കുക. അതിനുശേഷം ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറും. മുടി കൊഴിച്ചിൽ മാത്രമല്ല, മുടിയിലെ നരയൊക്കെ നമ്മൾക്ക് മാറിക്കിട്ടും, മുടി കിളിർത്ത് വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഫ്രഷ് പൂവ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഉണക്കി കിട്ടാത്ത സമയങ്ങളിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് ഉണക്കി വയ്ക്കാവുന്നത് നല്ലതാണ്. പക്ഷെ കൂടുതൽ കാലം അത് വയ്ക്കരുത്. കൂടുതൽ കാലം ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പം ഈ എണ്ണ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക.